നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ തുടർച്ചയായി നല്ല ശീലങ്ങളെ വളർത്തിയെടുക്കുന്നത് എല്ലാ നിലയിലും നമുക്ക് അനുഗ്രഹമാകുമെന്നതിന് യാതൊരു തർക്കവുമില്ല. പല ആളുകളും പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നല്ല കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ട് പാതി വഴിക്ക് അവസാനിപ്പിച്ച് പോകുന്നത് കൊണ്ടാണ്. എന്നാൽ തുടർച്ചയായി യാതൊരു മടിയും കൂടാതെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നേട്ടങ്ങൾ കൈവരിപ്പാൻ കഴിയും എന്നു മാത്രമല്ല, നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുകയും ചെയ്യും. ക്രെയ്ഗ് ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അദ്ദേഹം ആരംഭിച്ച തൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ദിനചര്യയാണ്. എല്ലാ ദിവസവും മുടക്കം വരുത്താതെ അദ്ദേഹം ഓടുവാനായി ഇറങ്ങും. അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹം മാറ്റി. 43 വയസ്സ് പ്രായമാകുമ്പോൾ ഏതാണ്ട് 1,22,000 മൈലുകൾ അദ്ദേഹം ഓടിത്തീർത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ ഓടുമ്പോൾ സത്യത്തിൽ തൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ച് തൻ്റെ ചുറ്റുപാടുകളെ നല്ലതുപോലെ വീക്ഷിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഓടിക്കൊണ്ടിരുന്നത്. ഈ 43 വർഷത്തെ തുടർച്ചയായ ഓട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും അത് അവസാനിപ്പിച്ച് കളയണമെന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. എല്ലാ ദിവസവും അദ്ദേഹം ഓടും. ഈ ഓട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു പ്രത്യേക നേട്ടം കൂടിയുണ്ട്. ഈ 43 വർഷത്തിനിടയിലെ ഓട്ടത്തിൽ ആ വഴിക്ക് കണ്ട ഒരു ചില്ലറ നാണയം പോലും അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. എവിടെയൊക്കെ വീണ് കിടക്കുന്ന ചില്ലറ നാണയങ്ങൾ അദ്ദേഹം കണ്ടോ, അത് മുഴുവൻ ഒന്നും വിടാതെ അദ്ദേഹം പെറുക്കിയെടുത്തു. ഏറ്റവും ഒടുവിൽ 43 വയസ്സ് എത്തി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ അദ്ദേഹം പെറുക്കിയെടുത്ത ആ ചില്ലറ നാണയങ്ങൾ എണ്ണി നോക്കിയപ്പോൾ ഏതാണ്ട് $5,170 അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നത്. തൻ്റെ ഭാര്യയോടൊത്ത് ഒരു ഹണിമൂൺ കൂടെ യാത്ര പോകുവാൻ ആ പണം തന്നെ ഉപകരിച്ചു. സത്യത്തിൽ $5,170 എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായ ഒരു തുകയായിരിക്കാം. പക്ഷേ അത്രയും ചെറിയൊരു തുക നമ്മുടെ കൈകളിൽ എത്തുവാൻ 1,20,000 പരം മൈലുകൾ ഓടുവാൻ നമ്മെക്കൊണ്ട് സാധിക്കുമോ എന്നത് വളരെ ഗൗരവമായൊരു ചോദ്യമാണ്. മറ്റു പല വഴികളിലൂടെയുമൊക്കെ നമ്മുടെ കൈകളിൽ പണം എത്തുവാൻ, നേട്ടങ്ങൾ എത്തുവാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ വില കൊടുക്കുവാൻ ആരും തയ്യാറല്ല. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അങ്ങനെയാണ്. ആത്മിക ജീവിതത്തിലാണെങ്കിലും ഭൗതിക ജീവിതത്തിലാണെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലാണെങ്കിലും അത് ബന്ധങ്ങളോടുള്ള ബന്ധത്തിലാണെങ്കിലും വില കൊടുക്കുവാൻ ആരും തയ്യാറല്ല. വളരെ ആവേശത്തോടു കൂടി ആരംഭിക്കും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം മാറിത്തണുക്കും. പിന്നെ ഒന്നിനും ആരും മിനക്കെടാറില്ല. സത്യത്തിൽ തുടർച്ചയായി നല്ല ശീലങ്ങളെ മുൻപോട്ട് കൊണ്ടുപോയാൽ അതൊരിക്കലും നമുക്ക് നഷ്ടമാകില്ല. നേട്ടങ്ങൾ തീർച്ചയായും കൊണ്ടുവരും എന്നതാണ് സത്യം. അതുകൊണ്ട് നന്നായി ആരംഭിച്ചതൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യാതെ വീണ്ടും ജീവിതത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ എത്തണം. എന്താണ് തീരുമാനം? നല്ല ശീലങ്ങൾ മുടക്കം വരുത്താതെ തുടരുക. ആ ശീലങ്ങൾ ജീവിതത്തിൽ നന്മയുണ്ടാക്കും എന്നത് മാത്രമല്ല, നമുക്ക്
ആത്മസംതൃപ്തിയും ആത്മവിശ്വാസവും ഒക്കെ അത് നൽകിത്തരും. അതുകൊണ്ട് നല്ല ശീലങ്ങൾ ഒരിക്കലും മുടക്കം വരുത്താതെ ചെയ്യുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറട്ടെ.